ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ ഗ്യാസ് ഫേസ് റിയാക്ഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഫോർ സീറോ ഓർഡർ ആൻഡ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്യാസ് ഫേസ് റിയാക്ഷൻ, അതായത് റിയാക്റ്റൻസ്. കഴിഞ്ഞ കേസിൽ നമ്മൾ റിയാക്റ്റൻസ് അക്വ സ്റ്റേറ്റിലായിരുന്നു. ഇത് റിയാക്റ്റൻസ് ഗ്യാസ് ഫേസിലായി കഴിഞ്ഞാൽ അവിടെ വരുന്ന ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് എക്സ്പ്രസ് ചെയ്യുക, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്വ സൊല്യൂഷനിലാകുമ്പോഴാണ് നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ എടുക്കുന്നത്. റിയാക്റ്റൻസ് അക്വ സ്റ്റേറ്റിലാകുമ്പോഴാണ് നമ്മൾ മോളാർ കോൺസെൻട്രേഷൻ എടുക്കുന്നത്. ഇപ്പോൾ ഗ്യാസസ് ആണെങ്കിൽ നമ്മൾ അവിടെ മോളാർ കോൺസെൻട്രേഷന് പകരം എന്താണ് ഉപയോഗിക്കുന്നത്? പാർഷ്യൽ പ്രഷേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ തന്നെ എടുക്കാം. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് എ ഗ്യാസ് ഗിവിങ് ബി ഗ്യാസ് പ്ലസ് സി. അതായത് എ എന്ന ഗ്യാസ് ഫേസിലുള്ള റിയാക്റ്റൻ്റ് പ്രോഡക്റ്റായിട്ട് മാറുന്നു, ബിയും സിയും ഗ്യാസ് ഫേസിലുള്ള പ്രോഡക്റ്റായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് അറ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ എയുടെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? പി ഐ ആയിരിക്കും. പി ഐ അറ്റ്മോസ്ഫിയർ ആയിരിക്കും, അതായത് പി ഇനീഷ്യൽ. ടി ഈക്വൽ ടു 0, ടൈം 0 ആകുമ്പോൾ എൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? പി ഇനീഷ്യൽ. പി ഐ അറ്റ്മോസ്ഫിയർ ആണ്. അതേസമയം ബീൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയായിരിക്കും? 0 അറ്റ്മോസ്ഫിയർ ആണ്. അതുപോലെ സീൻ്റെ പാർഷ്യൽ പ്രഷറും 0 അറ്റ്മോസ്ഫിയർ ആണ്. പാർഷ്യൽ പ്രഷർ പറയുന്നത് അറ്റ്മോസ്ഫിയർ എന്ന യൂണിറ്റിലാണ്. അപ്പോൾ അറ്റ് ടി ഈക്വൽ ടു 0 എന്ന ടൈമിൽ പി ഐ എൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് പി ഇനീഷ്യൽ. പി ഐ, ഈ ഐനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനീഷ്യലാണ്. അപ്പോൾ പി ഐ അറ്റ്മോസ്ഫിയർ ആണ്. ആ സമയത്ത് ബിയും സിയും 0 ആയിരിക്കും അല്ലേ? കാരണം റിയാക്റ്റൻസ് പ്രോഡക്റ്റായി മാറണത്ര. ആ സമയത്ത് ബീൻ്റെയും സീൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ആഫ്റ്റർ ടൈം ടി, ആഫ്റ്റർ ടൈം ടി, ഇപ്പോൾ ടി എന്ന് പറയുന്നത് ടൈം എന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ടൈമിലാവുമ്പം എന്തായിരിക്കും? എക്സ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എ മോളിക്യൂൾസിൻ്റെ പ്രഷർ എത്ര ആയിരിക്കും നോക്കാം. അതായത് ആഫ്റ്റർ ടൈം ടി എന്ന ടൈമിൽ എക്സ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ ബാക്കിയുള്ള എ മോളിക്യൂൾസിൻ്റെ പ്രഷർ എത്ര ആയിരിക്കും എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമുക്കറിയാം എൻ്റെ ഇനീഷ്യൽ എന്താണ്? പി ഐ ആണല്ലേ? പി ഐ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ് അതിൻ്റെ ഇനീഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. ആ പി ഐ എ ടി എം ആയിരുന്നു അതുണ്ടായിരുന്നത്. ഇനി അതിൽ നിന്ന് എക്സ് അറ്റ്മോസ്ഫിയർ എക്സ് എ ടി എം റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയായിരിക്കും? പി ഐന്ന് എൻ്റെ പി ഐ എ ടി എം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എക്സ് എ ടി എം റിയാക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? പി ഐ മൈനസ് എക്സ് അറ്റ്മോസ്ഫിയർ അല്ലേ? പി ഐ മൈനസ് എക്സ് അറ്റ്മോസ്ഫിയർ. ആ സമയത്ത് ബീൻ്റെ എത്രയായിരിക്കും? എക്സ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതുപോലെ സീൻ്റേത് എത്രയായിരിക്കും? എക്സ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. മനസ്സിലായല്ലോ? എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ പി ഐ എ ടി എമ്മിൽ നിന്ന് എക്സ് മോളിക്യൂൾസ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എ മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പി ഐ മൈനസ് എക്സ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ബി എന്ന് പറയുന്നത് എക്സ് എ ടി എം ആയിരിക്കും, സി എന്ന് പറയുന്നത് എക്സ് എ ടി എം ആയിരിക്കും. അപ്പോൾ നമുക്കിനി പി ടോട്ടലാണ് കണ്ടുപിടിക്കേണ്ടത്. പി ടോട്ടൽ എങ്ങനെ കണ്ടുപിടിക്കാം? പി ടോട്ടൽ ഈസ് ഈക്വൽ ടു പി ഐ മൈനസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ്. ഇതിൻ്റെ മൂന്നിൻ്റെയും പാർഷ്യൽ പ്രഷർ ആഡ് ചെയ്യുമല്ലോ വേണ്ടി, അതല്ലേ പി ടോട്ടൽ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? പി ഐ പ്ലസ് എക്സ് കിട്ടും. പി ഐ പ്ലസ് എക്സ്. സോ ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? പി ടി മൈനസ് പി ഐ ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം പി ടി എന്ന് പറയുന്നത് പി ടോട്ടലിന് നമുക്ക് ഷോർട്ടായിട്ട് പി ടി എന്ന് എഴുതാം. അപ്പോൾ പി ടി എന്ന് പറയുന്നത് നമുക്ക് പി ഐ പ്ലസ് എക്സ് കിട്ടി. അപ്പോൾ എക്സ് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു പി ടി മൈനസ് പി ഐ ആണ്. അതായത് പി ടോട്ടൽ മൈനസ് പി ഇനീഷ്യലാണ് എക്സ് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് എ, പി എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ദാറ്റ് ഈസ് പി എ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. പി എ ഈക്വൽ ടു എന്ത് വരും? പി എ ഈക്വൽ ടു എന്താണ്? പി ഐ മൈനസ് എക്സ് ആണ് അല്ലേ? പി ഐ മൈനസ് എക്സ് ആണ് പി എന്ന് പറയുന്നത്.
ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ഇതിൽ കൊടുത്തൂടെ? ദാറ്റ് ഈസ് പി ഐ മൈനസ് എക്സിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് എന്ന് പറയുന്നത് ഇതാണ്, പി ടി മൈനസ് പി ഐ ആണ് എക്സിൻ്റെ വാല്യൂ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? പി ഐ പ്ലസ് പി ഐ മൈനസ് പി ടി വരും. പി ഇനീഷ്യലി പ്ലസ് പി ഇനീഷ്യലി മൈനസ് പി ടോട്ടൽ വരും. ദാറ്റ് ഈസ് ഇതിന് നമുക്ക് എന്താ എഴുതാം? പി ഐ is equal to പി ഐ പ്ലസ് പി ഐ എന്ന് പറയുന്നത് എന്താണ്? 2PI അല്ലേ? 2PI മൈനസ് പി ടി. അപ്പോൾ പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് എ എന്ന് പറയുന്നത്, പാർഷ്യൽ പ്രഷർ ഓഫ് എ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 2PI മൈനസ് പി ടി ആണ് അല്ലേ? അപ്പോൾ ഇതാണ് എ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെ ഫൈനൽ പാർഷ്യൽ പ്രഷർ. അപ്പോൾ എ എന്ന റിയാക്റ്റൻറ്റിന് ഫൈനൽ പാർഷ്യൽ പ്രഷറാണ് 2PI മൈനസ് പി ടി എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? കെ is equal to 2.303 ഡിവൈഡഡ് ബൈ ടി ലോഗ് R0 ഡിവൈഡ് ബൈ R0 മൈനസ് R അല്ലേ വരുന്നത്. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് ഏതാണ്? എ ആണെന്നല്ലേ വരുന്നത്? റിയാക്റ്റൻ്റ് എ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? പി എ ലോഗ് പി എ ആണെന്ന് വരുക. അപ്പോൾ പി എ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് പി ഐ ഡിവൈഡഡ് ബൈ 2PI മൈനസ് പി ടി. ഇങ്ങനെയാണ് റിയാക്റ്റൻസ് ഗ്യാഷ്യസ് ഫേസിൽ ഉണ്ടാകുമ്പം അവരുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിൽ കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റൻ്റ് ആണ്, 2.303. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. നമ്മൾ ആൻറ്റി ലോഗിനെ ലോഗ് 10 ബേസിലേക്ക് മാറ്റാൻ വേണ്ടി മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒരു സംഖ്യയാണ്. ടി എന്ന് പറയുന്ന ടൈമാണ്. പി ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർഷ്യൽ പ്രഷറാണ്. പി ഐ എന്ന് പറയുന്നത് ഇനീഷ്യൽ പാർഷ്യൽ പ്രഷറാണ്. ഇവിടെ പി ഐ എന്ന് പറയുന്നതും ഇനീഷ്യൽ പാർഷ്യൽ പ്രഷറാണ്. പി ടി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പാർഷ്യൽ പ്രഷറാണ്. മനസ്സിലായല്ലോ? അപ്പം റിയാക്റ്റൻസ് ഗ്യാഷ്യസ് ഫേസിലാകുമ്പം അവരുടെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയായാൽ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ കഴിഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഓർഡർ പറഞ്ഞു, സീറോ ഓർഡർ പറഞ്ഞു, അതുപോലെ റിയാക്റ്റൻസ് ഗ്യാസ് ഫേസിലാകുമ്പം എന്തായിരിക്കും പറഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.